കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതിരാജാവും കർത്താതി കർത്താവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഏത് സമയത്തും ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ അവിടുന്ന് ഉറപ്പുള്ള പാറയും സങ്കേതവും ശൈലവും കോട്ടയുമായിരിക്കാൻ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസമെന്നല്ല, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. അവിടെ നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ്. അവിടെ നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. അവിടെ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അവിടെ നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. അവിടുത്തെ പ്രവൃത്തികൾ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളൊരു സംശയമില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ ജനത്തെ അറിയുന്ന ദൈവം. അറിയുക മാത്രമല്ല, അവനെന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവയ്ക്കും. അവനെൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തുമെന്നുള്ള ആ വചനത്തിൻ്റെ ശക്തി സ്വർഗം തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തും. സാഹചര്യങ്ങളെ നോക്കരുത്. അതിൻ്റെ നടുവിലും വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യഹോവയായ ദൈവം സൂര്യനാണ്, പരിചയമാണ്. ഇരുട്ട് എന്ന് തോന്നുന്നിടത്ത് അവിടുന്ന് സൂര്യനായി ഇറങ്ങി വരും, വെളിച്ചമായി ഇറങ്ങി വരും. വെളിച്ചം കാണിക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇരുട്ടിലെ നിക്ഷേപങ്ങളെ, മറവിടങ്ങളിലെ ഗുപ്തനിധികളെ പുറത്തു കൊണ്ടുവരാൻ അവിടുന്ന് പ്രകാശിക്കും. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ നിൻ്റെ മേലുദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ തേജസ്സിനും ദൈവത്തിൻ്റെ വിടുതലുകൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ മേൽ കൂരിട്ട് മൂടുകയില്ല. ഇരുളിനോ അതിനെ പിടിച്ചു വെക്കുവാൻ സാധ്യമല്ലായിരുന്നു. വെളിച്ചത്തിൻ്റെ ശക്തികളെ ഇരുളിന് പിടിച്ചു നിർത്താൻ പറ്റില്ല പ്രിയരെ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ഇരുളിനുള്ളവരല്ല, നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയായ സത്യമായ ജീവനായ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൽ നമുക്ക് ചാരാം. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആര് ഉള്ളൂ? ഇന്നലകൾ നടത്തിയ ദൈവം ഇന്നും നടത്തും, മേലാലും നടത്തും. ദൈവത്തിൻ്റെ കരുണയുടെ കരം നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയാൽ അതിനെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് തൻ്റെ ജനം തിരിച്ചറിയട്ടെ. ധൈര്യത്തോടെ ഇന്ന് പ്രഭാതത്തിലും പറ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ തയ്യാറാകുമെങ്കിൽ എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി ഏതൊക്കെ വിഷയത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നോ അതിനെ മാറ്റാൻ, അതിനെ തീർത്തു തരാൻ, അതിന്മേൽ തീർപ്പ് കൽപ്പിക്കാൻ, ഇടപെടാൻ എൻ്റെ കർത്താവിന് കഴിയും. കർത്താവായ യേശു ക്രിസ്തു മാത്രം ആവർത്തിച്ച് പറ, ഞങ്ങൾക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയമുണ്ട്, ജയമുണ്ട്, ജയമുണ്ട്. എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. എൻ്റെ കരത്തിൽ പിടിച്ചവൻ എൻ്റെ ഉടയവനാണ്, ഞാൻ സേവിച്ചു വരുന്നവനാണ്. കൊടുങ്കാറ്റ് വന്നാലും ഈശാനമുനിൽ വന്നാലും പ്രാണന് ഹാനി വരത്തില്ലെന്ന് എന്നോട് വ്യക്തിപരമായി ഇടപെട്ട ഒരു കർത്താവുണ്ടെന്ന് പൗലോസിന് ജനത്തോട് പറയാൻ കഴിയും. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യത്തോടെ ഇരിപ്പിൻ. പ്രിയരേ, ആഞ്ഞടിക്കുന്ന തിരകൾ കണ്ട്
കോള് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നമുക്കൊരു ഉടയവനുണ്ട്, നമ്മൾ സേവിക്കുന്നവനുണ്ട്. അവിടുന്ന് നമ്മുടെ കർത്താവാണ്, നമ്മുടെ പിതാവാണ്. ധൈര്യത്തോടെ നമുക്ക് അടുത്ത് ചെന്നിട്ട് പറ, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിനായി, അവകാശത്തിനായി നന്ദി പറയാം. ആവർത്തന പുസ്തകം 33-6 വാക്യം. രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവൻ്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ. ദേവപുരുഷനായ മോശ തൻ്റെ മരണത്തിന് മുമ്പ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച വചനങ്ങളാണ് നാം കേട്ടത്. ഓരോ ഗോത്രങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കുകയാണ്. ജനത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും തൻ്റെ വിശുദ്ധന്മാർ തൃക്കൈയിൽ ഇരിക്കുന്നുവെന്നും അനുഗ്രഹത്തിൻ്റെ വാചകത്തിൻ്റെ ആദ്യം താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയരെ, നമ്മൾ ദൈവത്തിൻ്റെ തൃക്കൈയിലാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ വിളിച്ചു പറ, എൻ്റെ തലയിലെ ഒരു മുടി നിലത്ത് വീണാൽ അതുപോലും എൻ്റെ കർത്താവ് അറിയും. അവിടുന്ന് അറിയാതെ എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഒന്നും സംഭവിക്കില്ല. ഇവിടെ രൂബേനെ പറ്റി പറയും. രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ. ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിലും നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. അതുകൊണ്ട് വിളിച്ചു പറയാമോ, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയുടെ അനുഗ്രഹമാണ്. പകുതി വഴിക്ക് അസ്തമിക്കുവാൻ, തകർത്ത് കളയുവാൻ, ഇല്ലാതാക്കുവാൻ, ഇരുട്ടിലേക്ക് തള്ളിയിടുവാൻ, കുഴിച്ച് അതിനകത്തേക്ക് നശിപ്പിക്കുവാൻ നോക്കുന്ന ശക്തിയുടെ മുമ്പാകെ നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും വലത്തു ഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. ജീവിപ്പിക്കുന്ന വഴി. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം നമ്മൾ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം യേശുവിൻ്റെ മരണം നോക്കൂ, റോമൻ ഗവൺമെൻറ്റും യഹൂദന്മാരും ഒരുമിച്ച് എൻജോയ് ചെയ്തു. എന്നാൽ 3-ാം ദിവസം ഹേ മരണമേ, പാതാളമേ, അതിൻ്റെ ശക്തികളെ, റോമ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ, കല്ലറകളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഞാൻ ജീവിക്കും, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് ആവർത്തിച്ചു പറയട്ടെ. ഞാൻ യഹോവയുടെ മുമ്പാകെ ജീവനോടെ നടക്കും. എൻ മനമെന്നീ വീണ്ടും സ്വസ്ഥമായിരിക്കാൻ ദൈവാത്മാവ് തൻ്റെ ജനത്തെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു. അടുത്ത് നോക്കൂ, അവൻ്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ. എണ്ണം കുറയ്ക്കുവാൻ, ഇല്ലാതാക്കുവാൻ. നമുക്കറിയാം ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ തീച്ചൂളയ്ക്കകത്തേക്ക് ഇട്ടു. എന്തിനാ? എണ്ണം കുറയ്ക്കാൻ, ഇല്ലാതാക്കാൻ. പക്ഷേ ആ തീച്ചൂളയ്ക്കകത്ത് നിങ്ങൾ നോക്കൂ, 4-മനായി ഒരുവനോട് ഇറങ്ങി വന്ന ദൈവപുത്രൻ എണ്ണം കുറയ്ക്കാൻ നോക്കിയെടുത്ത് എണ്ണത്തെ കൂട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം ഇറങ്ങി വന്നെങ്കിൽ പ്രിയരെ, ചില കുടുംബങ്ങളുടെ എണ്ണത്തെ കുറയ്ക്കാൻ നോക്കുമ്പോൾ വിളിച്ചു പറയുന്നു, കുറഞ്ഞവനായിരവും ചെറിയവൻ മഹാജാതിയായും തീരും. യഹോവയായ ഞാൻ അത് ശീഘ്രമായി നിവർത്തിക്കും. കൂട്ടുന്ന, വർദ്ധിപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം ഇന്ന് പകൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, കുറയാതിരിക്കട്ടെ. നിങ്ങളുടെ കലത്തിലെ മാവ് കുറയാതിരിക്കട്ടെ, കലശത്തിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ആത്മീകത്തിൽ നിങ്ങൾ ശക്തരാകട്ടെ. ആത്മീക കുറവുകൾ ഇന്ന് പകൽ പരിഹരിക്കപ്പെട്ട, പ്രാർത്ഥനയിൽ കുറയാതിരിക്കട്ടെ, വചനധ്യാനത്തിൽ കുറയാതിരിക്കട്ടെ, ആത്മാവിൽ കുറയാതിരിഞ്ഞ് ഇരിക്കട്ടെ. ഇരിക്കുക മാത്രമല്ല, ആത്മാവിൽ നിറവ് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എവിടൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടോ ഇന്ന് പകൽ അത് കുറയാതിരിക്കട്ടെ. ഫുൾഫില്ല് ചെയ്യുന്ന പകൽക്കാലമാണ്, ശക്തീകരിക്കുന്ന കർത്താവിനോട് പറ, കർത്താവേ, എനിക്ക് ആത്മീകത്തിൽ ശക്തിയായിട്ട് നിൽക്കണം, ശക്തനായിട്ട് നിൽക്കണം. എന്നെ ഒന്ന് നിറയ്ക്കണമേ. എംറ്റി ആയ പാത്രങ്ങൾ ഇന്ന് പകൽ കഥകടച്ചകത്തേക്ക് കയറി പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. എംറ്റി ആയതിനെ നിറയ്ക്കുന്ന ആത്മാവിൽ ദരിദ്രരായവർ ഇന്ന് പകൽ അവരെ സമ്പന്നരാക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വ്യാപരിക്കട്ടെ, തലമുറകൾ വ്യാപരിക്കട്ടെ. ദൈവ മഹത്വം ഇറങ്ങട്ടെ. കുറവില്ലാതെ ഒന്നിലും കുറവ്. യഹോവയുടെ വഴി
തികവുള്ളതാണ്. അടുത്ത് എഴുതിയിരിക്കുന്നു, നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന ദൈവം, കുറവ് തീർത്ത് പെർഫെക്റ്റ് വേയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ കരം ഇതാ വെളിപ്പെട്ട് വരെ. ഇനിയൊന്നും കുറഞ്ഞു പോകുകയില്ല. ഇനിയൊന്നും തിരുവഴുത്ത് പറയുന്നത് ഇനിയൊന്നും കുറഞ്ഞു പോകുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ എവിടെ കുറവ് പറ്റിയോ അവിടുത്തെ മുമ്പാകെ കൊണ്ടുവന്നിട്ട് കർത്താവേ, ഇന്ന വിഷയത്തിൽ ഞങ്ങൾ കുറവുള്ളവരാണ്, ഇന്ന വിഷയം ഞങ്ങൾക്ക് ഫില്ല് ചെയ്ത് തരണം. പറയൂ, ഏത് വിഷയമാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ പോകുക. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന ഭാഗത്ത് കുറവുണ്ട്, നിങ്ങളുടെ അവയവങ്ങൾ ഇന്ന ഭാഗത്ത് കേടുകളുണ്ട്. കർത്താവിൻ്റെ മുമ്പാകെ കൊണ്ടുവരൂ. കേടുപാട് നീക്കുന്ന, കുറവ് തീർക്കുന്ന, പരിഹരിക്കുന്ന ദൈവം, കുടുംബജീവിതത്തിലെ കേടുപാടുകൾ പരിഹരിക്കുന്ന ദൈവം, നിങ്ങളുടെ ആത്മീയ വിഷയത്തിലെ കേടുപാടുകൾ ഇന്ന് പോലെ റീഫിൽ ചെയ്യുന്ന കർത്താവിൻ്റെ കരം വെളിപ്പെട്ടിരിക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങളുടെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ. ജീവിക്കേണ്ടവനെ ജീവിപ്പിക്കുന്ന അനുഗ്രഹ വചനത്തിനായി സ്തോത്രം. കുറയാതെ എണ്ണത്തിൽ കുറയാതെ, ആത്മാവിൽ കുറയാതെ, അഭിഷേകത്തിൽ കുറയാതെ, പ്രാർത്ഥനയിൽ കുറയാതെ, ആരാധനയിൽ കുറയാതെ, കർത്താവേ, ആത്മീക ജീവിതത്തിൽ ഞങ്ങൾ സമ്പന്നരായി തീരാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നതിന് സ്തോത്രം. വലിയ വിടുതലുകൾ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വന്നിരിക്കാൻ സ്തോത്രം. അസാധ്യങ്ങൾ സാധ്യമാക്കിയിരിക്കാൻ സ്തോത്രം. കൃപ കൂടെയിരിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം നിങ്ങളുടെ പദപീഠത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തു വത്സല സഹോദരങ്ങളെ, നമുക്ക് ആത്മാവിൽ ജീവിക്കാം. ആത്മീയ മരണം ഉണ്ടാകരുത്. ഞങ്ങൾ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറയാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഒരു വലിയ നിറവിലേക്ക്, ഒരു കുറവിനില്ലാതെ ജയത്തോടെ ദൈവം നമ്മളെ നടത്തുന്ന നിമിഷങ്ങളാണ്. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.